കമാൻഡോ വിനീതിന്റെ ആത്മഹത്യയ്ക്കു പിന്നാലെ അരീക്കോട് SOG ക്യാമ്പിൽ മുൻപ് നടന്ന സമാനമായ സംഭവങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഹവീൽദാറായിരുന്ന കോഴിക്കോട് വടകര സ്വദേശി PK മുബഷീർ 2 വർഷം മുൻപ് ക്യാമ്പിൽ തനിക്ക് നേരിടേണ്ടി വന്ന പീഡനം ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേരുൾപ്പെടെ വെച്ചെഴുതിയ കത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ക്യാമ്പിലെ രാത്രികാല കട്ടൻ ചായ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുതിർന്ന ഉദ്യോഗസ്ഥന് തന്നോട് വിരോധത്തിന് കാരണമെന്ന് കത്തിൽ പറയുന്നു. ക്യാമ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പീഡനം താങ്ങാനാവുന്നില്ലെന്നും വിദേശത്ത് നിന്ന് അവധിക്ക് വന്ന ഭാര്യയെ കാണാൻ അവധി ലഭിച്ചില്ലെന്നും മുബഷീർ പരാതി ഉന്നയിച്ചു. SOG ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിലേക്ക് ആയിരുന്നു മുബഷീറിന്റെ ആരോപണങ്ങളെല്ലാം എത്തിയത്. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. ബിഗ് എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി മുബഷീർ P. അക്ബർ. മുബഷീർ മറ്റൊരു പേരാണ് മുബഷീർ. അപ്പോൾ ഉദ്യോഗസ്ഥനായ മുബഷീർ നേരത്തെ സർവീസിൽ നിന്ന് പോകാൻ തന്നെ കാരണം ഈ അസിസ്റ്റന്റ് കമാൻഡന്റായ അജിത്തിന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്ത് ഒരു ടെററായിരുന്നു ആ അർത്ഥത്തിൽ ഈ ക്യാമ്പിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. എന്താണ് മുബഷീർ ഈ SOG ക്യാമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേട്ടുകേൾവിയില്ലാത്ത ശിക്ഷാ നടപടികളൊക്കെയാണ്, വിചിത്രങ്ങളായിട്ടുള്ള ശിക്ഷാ നടപടികളൊക്കെയാണ് റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടാൽ ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് നിർദ്ദേശിക്കുക എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മുബഷീർ P. അക്ബർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം SOG ക്യാമ്പിലുണ്ടായ ദാരുണമായ സംഭവം, ഹവിൽദാറായിരുന്ന വിനീതിൻ്റെ മരണവും അതിനുശേഷം അവിടെ സംഭവിച്ചിട്ടുള്ള മുൻപുണ്ടായിട്ടുള്ള സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ വ്യാപകമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിനീതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. വിനീത് ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് സുഹൃത്തിനയച്ച ഒരു മെസ്സേജിൽ സൂചിപ്പിച്ചിരുന്നത് അവിടെയുള്ള പരിശീലനത്തിൽ വിനീതിൽ പങ്കെടുത്തുകൊണ്ട് അതിലുണ്ടായൊരു പ്രയാസം സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിലേക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സന്ദേശം എന്നുള്ളത്. ഇത് മരണമൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള പ്രഖ്യാപനമൊക്കെ തന്നെ ആവശ്യമൊക്കെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും വിനീത് ഉന്നയിച്ച അതേ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ പേരിൽ മുൻപും അവിടെ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മുബഷീറുമായി ബന്ധപ്പെട്ട വിവരം. 2 വർഷം മുൻപായിരുന്നു അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. 7 വർഷത്തോളമായി സർവീസിലുണ്ടായിരുന്ന ഹവിൽദാറായിട്ടുള്ള മുബഷീർ അവിടെ ഇത്തരത്തിൽ 2 വർഷം മുൻപ് അവിടെ നിന്നും കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് SOG ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തുടരുന്നതിനിടയിൽ മുബഷീറിൻ്റെ ഭാര്യ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനം ഉണ്ടായതിനെ തുടർന്ന്, ജോലി സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്നും പോകുന്നത് എന്നുള്ളതായിരുന്നു മുബഷീറിൻ്റെ ഭാര്യ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി അവർ ആരോപിച്ചിരുന്നത് SOGയിലെ അസിസ്റ്റന്റ് കമാൻഡന്റായുള്ള അജിത്ത് തന്നെയായിരുന്നു. കൃത്യമായ അവധി നൽകുന്നില്ല. കൂടാതെ മുബഷീർ അവിടെ പതിവായി ചെയ്തിരുന്ന പല പ്രവർത്തികളിലും ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. പിന്നീട് അവിടെയുള്ളൊരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുബഷീർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ ഒരു കുറിപ്പിനെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടിയെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്തായാലും കടുത്ത മാനസിക പീഡനത്തെ തുടർന്ന് മുബഷീർ ആ ഒരു ജോലി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അവധിയിൽ പ്രവേശിക്കുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം വിദേശത്തേക്ക് മറ്റൊരു ജോലിക്ക് വേണ്ടി പോയി. ഇപ്പോൾ